ഹായ്, എൻ്റെ പേര് ചന്ദന. കോഴിക്കോട് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ജൂൺ 22 വരന്ത റേസ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. 2023 നടന്ന SSC ഫേസ് 11 ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിന് വേണ്ടി ഞാൻ സെലക്ട് ആയിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ജോയിനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അമ്മമ്മയാണുള്ളത്. എൻ്റെ പാരൻസ് രണ്ടുപേരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആണ്. ഡിഗ്രി ഞാൻ പഠിച്ചത് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിലായിരുന്നു. BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ MScക്ക് പോകണോ അല്ല ഇങ്ങനെ എന്തെങ്കിലും ജോബ് നോക്കണോ ഉള്ളൊരു കൺഫ്യൂഷൻ്റെ ടൈമിലാണ് എൻ്റെ പാരൻസ് ആണ് എന്നോട് ഇങ്ങനെ ഗവൺമെന്റ് ജോബ്സ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. ബാങ്ക് ആണോ SSC ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഓൺലൈൻ നമ്പേഴ്സ് ഒക്കെ നോക്കി വിളിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ടായിരുന്നു റേസിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് ബാങ്ക് ബാച്ച് ആണ്. നന്ദുലാൽ സാർ ആയിരുന്നു എൻ്റെ മെൻറ്റർ. ഇവിടുത്തെ ക്ലാസ് ഒക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ബാങ്കിന്റെ ബാച്ചിലായതുകൊണ്ട് അത് എനിക്ക് മാത്സിന് സ്പീഡ് കൂട്ടാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കിൾസിൽ നന്ദു സാറോട് ചോദിക്കുന്ന ഡൗട്ടൊക്കെ സാർ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ഇവിടുത്തെ സർക്കിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപകാരപ്പെട്ടത് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി തന്നെയാണ്. ഞാൻ ബാച്ചിൽ ഉള്ള ടൈമിൽ തന്നെ രാവിലെ മോർണിംഗ് ബാച്ച് ആയിരുന്നു. അപ്പം ബാച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ലാബിൽ വന്നിരുന്നിട്ട് റെഗുലർ ആയിട്ട് മോക്ക് എടുക്കുക, അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് എന്നെ സെലക്ട് ആവാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് സ്പീഡെല്ലാം നല്ല കുറവായിരുന്നു. ഇപ്പൊ ചില പ്രോബ്ലംസ് ആണെങ്കിൽ തന്നെ ചെയ്യാൻ അറിയെങ്കിലും ആ ഒരു ടൈം മാനേജ്മെന്റ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പ്രോബ്ലം എങ്ങനെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ആ ടൈമിനുള്ളിലുള്ള കാര്യം. അപ്പം അതേപോലെ തന്നെ ഞാൻ കുറെ എക്സാംസ് ഒക്കെ എഴുതി. ആദ്യമൊന്നും എനിക്ക് പ്രിലിംസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ നല്ല വിഷമം തോന്നിയിരുന്നു, എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തന്നെ വിചാരിച്ചു, എന്തായാലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയോണ്ട്. അപ്പം അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ SSC എക്സാമിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു GK തീരെ ബേസ് ഇല്ലായിരുന്നു. അപ്പം ഇവിടെ നൈറ്റ് ക്ലാസ് പോലെ ശ്രീരാഗ് സാറെ ക്ലാസ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പം സാറ് GK ക്ലാസ് ആണ് എനിക്കിതൊരു ബേസ് ഉണ്ടാക്കി തന്നത്. ഞാൻ ലാബിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ രാവിലെ റേസിൽ വന്നാൽ ഈവനിങ് ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അത്രയും നേരം എനിക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ എന്നെ സഹായിച്ചത് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് റിയൽ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലാബ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്കും ഭയങ്കര സന്തോഷമായി. വീട്ടിലോട്ട് പോയപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഇനിയൊരു മോട്ടിവേഷൻ ഉണ്ടായാണ് ചെയ്തത്. ഇനിയും പഠിക്കണം, അതേപോലെ തന്നെ ഇനിയുള്ള ഹയർ പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു ഗോൾ ഫോക്കസ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ നമുക്കത് തീർച്ചയായും കിട്ടുന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മളിത് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ തളർത്താനാണ് നോക്കുക. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വീണ്ടെടുത്ത് നമ്മളെ കൊണ്ട് പറ്റും, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം നന്നായിട്ട് ചെയ്യാൻ, അതായത് നമ്മളോടൊരു 100% നീതി പുലർത്തിയിട്ട് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്താൽ അത് അതേപോലെ തന്നെ ആ ഒരു പാതയിൽ നന്നായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉയരങ്ങളിലെത്തും. എന്നെ ഈ ജേർണിയിൽ സഹായിച്ച എൻ്റെ ഫാമിലി, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ വരന്ത റേസിലെ സ്റ്റാഫ്, മെൻറ്റേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് ടു വരന്ത റേസ്.